ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് അബുദാബി കോർണിഷിൻ്റെ അതായത് ഷെറാട്ടൻ്റെ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള കാഴ്ചകൾ കുറച്ചൊക്കെ കാണിച്ചിരുന്നു. അതിൽ ഈ കോർണിഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വിവരിക്കുകയും ചെയ്തിരുന്നു. വളരെയധികം വൃത്തിയോടും ഭംഗിയോടും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന കോർണിഷ് പാർക്കാണിത്. പാർക്കിനകത്ത് പച്ച പുൽമേടുകളും ധാരാളം ഈന്തപ്പന മരങ്ങളും എല്ലാം ഉണ്ട്. ഈ പുൽമേടുകൾക്ക് ഇടയിലൂടെ നമുക്ക് ജോഗിങ്ങിനുള്ള വൃത്തിയോട് കൂടിയിട്ടുള്ള ഒരു ട്രാക്ക് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം ഇവിടെ നിരവധി പേര് ജോഗിങ്ങിനും അതുപോലെ എക്സർസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് വരാറുണ്ട്. കൂടാതെ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ വോളിബോൾ കോർട്ടും ബീച്ച് ബോൾ കോർട്ടും ഒക്കെ ഉണ്ട്. ആ ഏരിയയിലേക്ക് നമുക്ക് പബ്ലിക്കിന് അലൗഡ് അല്ല. അങ്ങോട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ടാണോ ഇനി അവിടെ മെമ്പർഷിപ്പ് എടുക്കണോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. എന്തായാലും പബ്ലിക്കിന് അങ്ങോട്ട് അലൗഡ് അല്ല. അതുപോലെ തന്നെ ബീച്ചിൻ്റെ ചില ഏരിയകളിൽ നമുക്ക് പബ്ലിക്കിന് സ്വിമ്മിങ്ങിനുള്ള പെർമിഷനുള്ള സ്ഥലമുണ്ട്. പക്ഷേ അവിടെ എല്ലാ സമയവും ഇല്ല. നിശ്ചിത സമയം ഒരു ലിമിറ്റഡ് ബൗണ്ടറിക്കകത്ത് മാത്രമേ നമുക്ക് സ്വിമ്മിങ് അലൗഡ് ആയിട്ടുണ്ടാവുള്ളൂ. ഈ ബീച്ച് സൈഡിൽ നിന്ന് നമുക്ക് മറീന മാളിൻ്റെയും അതുപോലെ തന്നെ അബുദാബി തിയേറ്ററിൻ്റെയും ഒക്കെ കാഴ്ചകൾ ഒരു വിദൂര കാഴ്ചയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പാർക്കിനകത്ത് 24 മണിക്കൂറും സെക്യൂരിറ്റീസും അതുപോലെ മെഡിക്കൽ എമർജൻസി ടീം, ബീച്ച് സൈഡിൽ കോസ്റ്റൽ ഗാർഡ് ഇവരുടെയൊക്കെ സർവീസ് നമുക്ക് ലഭ്യമാണ്. ബീച്ചിനോട് ചേർന്ന് നിരവധി റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് കോഫി കുടിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളവർക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഈ കോർണിഷ് പാർക്കിൽ, അതായത് ഈ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ട്. ഈ ഒരു ഗ്രൗണ്ട് പോലെ കാണുന്ന ഈ ഒരു ഭാഗത്ത് വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയൊക്കെ നിറയെ പേര് ഈ ഇലക്ട്രിക് സ്കൂട്ടർ അതിൻ്റെ ബാലൻസ് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് ഇലക്ട്രിക് സ്കൂട്ടർ അത് ഓടിക്കാൻ അറിയാത്തവർ അതിൻ്റെ ബാലൻസ് ക്ലിയർ ചെയ്യാനും പഠിക്കാനൊക്കെ വരുന്നൊരു ഏരിയയാണ്.
ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഓരോ 50 മീറ്റേഴ്സിലും നമുക്ക് വാഷ്റൂം, അത് ലേഡീസിന് സെപ്പറേറ്റ് ജെൻസിന് സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂമുകളുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ 3 സമയങ്ങളിലായിട്ടെടുത്ത ഫൂട്ടേജുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും അതുപോലെ വൈകുന്നേരവും. കാരണം വെയിലിനനുസരിച്ചിട്ട് ചില ഭാഗങ്ങളിൽ നിന്ന് രാവിലെ എടുത്താലേ നമുക്കത് കറക്റ്റായിട്ട് ഫൂട്ടേജ് കിട്ടുള്ളൂ. അതുപോലെ ചില ഭാഗങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എടുത്താൽ, ചില ഭാഗങ്ങൾ വൈകുന്നേരം എടുത്താലേ കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയങ്ങളിലെടുത്ത ഫൂട്ടേജുകളാണ്. എന്നെ ഈ പാർക്കിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ പാർക്കിൻ്റെ ഒരു പച്ചപ്പും അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ മെയിൻ്റനൻസുമാണ്. വൃത്തിയായിട്ട് ഏത് സമയത്തും അത് വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നവരും ആ ഒരു മര്യാദ പാലിച്ചിട്ട് തന്നെയാണ് ആ ഒരു പാർക്കിലൂടെ സഞ്ചരിക്കുന്നതും. എന്നാലും ചില ആളുകൾ എത്ര വൃത്തിയുള്ള സ്ഥലം കണ്ടാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസ്പോസ് ചെയ്ത് പോകുന്നവരുണ്ട്. പാർക്കിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് നിരവധി വേസ്റ്റ് ബിന്നുകൾ ഉണ്ടെങ്കിലും അത് ഓപ്പണായിട്ടുള്ള സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇത് പാർക്കിൻ്റെ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് 2 ട്രാക്കുകളുണ്ട്. ഒന്ന് ജോഗിങ്ങിനും വാക്കിങ്ങിനുമായിട്ടും മറ്റൊന്ന് ബൈസിക്കിൾ റൈഡിനുള്ള മറ്റൊരു ട്രാക്ക് കൂടിയുണ്ട്. അങ്ങനെ റോഡിനോട് ചേർന്നിട്ടുള്ള ട്രാക്കിലൂടെ ഞാനിനി നേരെ പോകുന്നത് മറീന മാളിലേക്കാണ്. മറീന മാളിലേക്ക് ഏകദേശം ഇവിടുന്ന് ഇനിയും ഒരു 2.5 കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട്. എന്നാലും ഇന്ന് മറീന മാൾ വരെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാക്കിയുള്ള കാഴ്ചകൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.